അപ്പോൾ നമ്മുടെ സംസ്ഥാനം ഇതുവരെ കണ്ടിട്ടില്ലാത്ത നിലയിലുള്ള വലിയൊരു ദുരന്തമാണ് വയനാട്ടിൽ സംഭവിച്ചിരിക്കുന്നത്. ഒരു ദിവസം ഒരു ആളുകളിൽ ഉറങ്ങി കിടന്നൊരു എളുപ്പാങ്കാലത്ത് വലിയ മലവെള്ളപ്പാച്ചിലിൽ നൂറുകണക്കിന് ജീവനാണ് ഒടുങ്ങിയത്. വ്യക്തികളും കുടുംബങ്ങളും അതുപോലെ ഒരു സമൂഹമാകുന്ന നാടാകെ ഒഴുകി പോകുന്ന അവസ്ഥ ഉണ്ടായാൽ ഏറ്റവും ദുരന്തമായ കാഴ്ചയാണ്, നമ്മൾ ലോകത്തെയാകെ നടുക്കിയ കാഴ്ചയാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞത്. നിശ്ചയമായും ആ നാടിനെ പുനരുദ്ധരിക്കുവാനും ആ നാടിനോടൊപ്പം നാടിൻ്റെ ദുഃഖത്തിൽ പങ്കുചേരുവാനും നമുക്കെല്ലാവർക്കും കഴിയേണ്ടതുണ്ട്. എല്ലാം മറന്ന്, എല്ലാ വിഭിന്ന ചിന്താഗതികളും മറന്ന് ആ നാടിനോടൊപ്പം ചേരുവാൻ നാം എല്ലാം തയ്യാറാകണം. അതിന് കൊട്ടാരക്കര നഗരസഭ അനാവശ്യമായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് ആവശ്യ സംഭാവന നൽകുന്നുണ്ട്. കൊട്ടാരക്കര നഗരസഭയുടെ നേതൃത്വത്തിൽ ഈ സഹായിക്കാൻ താല്പര്യമുള്ള വ്യക്തികളിൽ നിന്ന് ആവശ്യമായ സഹായം തിരിക്കുന്ന ആവശ്യം കൗണ്ടർ ആരംഭിച്ചിട്ടുണ്ട്. ഇന്ന് രാവിലെ കൗണ്ടർ ഉദ്ഘാടനം നടന്നു കഴിഞ്ഞു. അതിൽ കൊട്ടാരക്കര 7-ാം വാർഡിലെ കുടുംബശ്രീയുടെ ഒരു യൂണിറ്റ് അവിടത്തേക്ക് ആവശ്യമായ സാധനങ്ങൾ എത്തിക്കുകയാണ് ചെയ്തത്. അതുപോലെ കൊട്ടാരക്കര ടൗൺ വിപ്പീസ് അടക്കമുള്ള വിവിധ സ്കൂളുകളിലും വിവിധ സ്ഥാപനങ്ങളിലും ദിനാവശ്യ സംഭരണം നടക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എന്ന് പറഞ്ഞിരിക്കുന്നത് സാധനങ്ങൾ ആവശ്യമുണ്ട് അറിയിപ്പിച്ച് കൊണ്ടുകൊടുക്കണമെന്നുള്ളതാണ്. അപ്പോൾ ആ അറിയിപ്പിക്കുന്ന മുറയ്ക്ക് ആവശ്യമായ സാധനങ്ങൾ കൊട്ടാരക്കരയിൽ നിന്നും ശേഖരിച്ച് കൊടുക്കാനാണ് ഞങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ കൂടാതെ തന്നെ ഇന്നലെ രാവിലെ ഈ സംഭവം ഉണ്ടായി. ഇന്നലെ രാവിലെ വെളുപ്പിന് തന്നെ കൊട്ടാരക്കരയിലെ ഏറ്റവും പ്രമുഖരായിരുന്ന വൈദ്യുതി ബോർഡിൽ നിന്ന് ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയറായി റിട്ടയർ ചെയ്ത കൊട്ടാരക്കര നഗരസഭയുടെയും പഞ്ചായത്തുകളുടെ സമയത്തും എല്ലാ വികസന പ്രവർത്തനങ്ങളിലും ഏറെ സജീവ പങ്കാളിയും ഒക്കെ ആയിരുന്ന ഏറെ സംഭാവന നൽകിയിട്ടുള്ള ബഹുമാനായ കൃഷ്ണയ്യ സാറ് എന്നെ വിളിച്ച് 1 ലക്ഷം രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസത്തിലേക്ക് സംഭാവന ചെയ്യാൻ വേണ്ടി തരികയുണ്ടായി, ചെക്ക് തരികയുണ്ടായി. അപ്പോൾ ആ നിലയിൽ വിവിധ വിഭാഗം ആളുകളുടെ എല്ലാ സഹായവും സഹകരണവും നിശ്ചയമായിട്ടുണ്ട്. കേരളക്കരയുടെ പ്രത്യേകതയാണ് ഇത്തരം കാര്യങ്ങളിൽ സഹായിക്കുകയും ഉള്ളത്. ഈ കൊട്ടാരക്കര നഗരസഭ ആരംഭിച്ചിരിക്കുന്ന വയനാട് നമ്മുടെ നാട് ഒരു കൈ സഹായിക്കുക എന്ന ക്യാമ്പയിനിൽ എല്ലാ വിഭാഗം ആളുകളുടെയും സഹായവും സഹകരണവും അഭ്യർത്ഥിക്കുകയാണ്.